താടിയും മീശയും ഉള്ളവനായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിമ്മറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഷവോമിയുടെ 2C എന്ന് പറയുന്ന ഈ ഒരു ട്രിമ്മർ. ഇത് ശരിക്കും ഒരു ബിയേർഡ് സ്പെഷ്യലായിട്ട് ഇറക്കിയ ട്രിമ്മർ ആണെങ്കിലും നമുക്ക് എല്ലാ ഉപയോഗത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിമ്മറാണിത്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇവരെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഈ ഒരു സാധനത്തിനെ കുറിച്ച് അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഷവോമിയുടെ ഈ ഒരു ട്രിമ്മറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നതിൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ട്രിമ്മറിൻ്റെ ബോക്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ട്രിമ്മർ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാരി ചെയ്യാനുള്ള ഒരു പൗച്ച് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ടൈപ്പ് സി കേബിള്, അതുകൂടാതെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷ്, അതുകൂടാതെ 40 mm വരെ വരുന്ന 2 കോമ്പുകൾ. ഇത്രയുമാണ് നമുക്കിതിൻ്റെ ബോക്സിനകത്ത് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചറുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ ഏറ്റവും മുൻവശത്തായിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്ട് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഇതിനെ ചാർജ് ചെയ്യാം. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 90 മിനിറ്റോളം നമുക്കിതിനെ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് പവർ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം മുകളിലായിട്ട് ഇതിൻ്റെ ബ്ലേഡ് നമുക്ക് കാണാം. ഇത് 0.5 mm ഇതിൻ്റെ ബ്ലേഡ് നമുക്കുള്ളത്. അഥവാ ഒരു ഏകദേശം ക്ലീൻ ഷേവ് എന്ന് തന്നെ പറയാം. ക്ലീൻ ഷേവ് അല്ല എങ്കിലും ആ രീതിയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് എഡ്ജുകൾ കണക്കെ ട്രിം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണിത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡയലർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ കോമ്പിനെ സൈസ് കൂട്ടാനും കുറക്കാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിതിലേക്ക് ഇത് ഘടിപ്പിക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒരു പ്രസ്സിങ് ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ നിർത്തിക്കഴിഞ്ഞ് ഇതിനെ തിരിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇതിങ്ങനെ തിരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ എടുക്കാൻ പറ്റില്ല. ഇതിനെ തിരിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ കോമ്പിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ചാർജിങ് ബാക്കപ്പ് തന്നെയാണ്. 90 മിനിറ്റോളം നമുക്കിതിനെ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ കൂടുതൽ ഫംഗ്ഷനുകളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്മൂത്താണ്, കൂടുതലായിട്ടുള്ള വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇതൊരു വാട്ടർ പ്രൂഫ് കൂടിയാണ്. അഥവാ IP67 സർട്ടിഫിക്കറ്റോട് കൂടി വാട്ടർ റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷനും ഇതിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ബാത്റൂമിലോ ഹമാമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ധൈര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കുളിക്കുന്ന സമയത്തൊക്കെ ഇതിന് മുകളിൽ വെള്ളം പെട്ടതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇതിന് ഉണ്ടാകാൻ പോകുന്നില്ല. അതോടൊപ്പം ക്ലീനിങ്ങും വളരെ ഈസിയാണ്. ബ്ലേഡ് മാറ്റി ഇവിടെ തന്നെ നമുക്ക് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഇതേപോലെ മുകളിലേക്കൊന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ ബ്ലേഡ് നമുക്ക് തനിയെ കിട്ടും. ഇതിനകത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അതേ രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇതേ രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇതിന് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഓണാവുന്നതായിരിക്കും. അതേ രീതിയിൽ ഇതിൻ്റെ ഇവിടെയായിട്ട് 3 ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കാണാം. നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്നതും അതുപോലെ ചാർജ് ആവുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. പക്ഷേ ഇതിന് പോരായ്മകളില്ലാതെ ഇല്ല കേട്ടോ. പോരായ്മ എന്ന് പറയുന്നത് ഒന്ന്, ഇതിൻ്റെ പവർ ബട്ടൺ ഓക്കെയാണ്, പുറകുവശത്ത് നൽകിയത് കുഴപ്പമില്ല. പക്ഷേ ചാർജിങ് പോർട്ട് ഫ്രണ്ടിലും ഇതിന് ഇൻഡിക്കേറ്റർ പുറകുവശത്തും നൽകിയത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് പല സാഹചര്യങ്ങളും അതിന് തിരിച്ച് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ട്. അപ്പോൾ അത് മുമ്പിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതുപോലെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഇതിനുണ്ട് എന്ന് കരുതി ഓവറായിട്ടുള്ള ഹീറ്റുള്ള പൊള്ളുന്ന ആ ഒരു ഹീറ്റിംഗ് ഒന്നുമില്ല. ചെറിയൊരു ഹീറ്റിംഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഇതിന് പറയാനുള്ള പോരായ്മ. ഇതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പാനസോണിക്കിൻ്റെ ഒന്നായിരുന്നു. പക്ഷേ അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ചാർജ് കുറവായിരുന്നു. അതോടൊപ്പം തന്നെ ചാർജ് ചെയ്യാൻ വേറൊരു അഡാപ്റ്റർ നമ്മൾ കൂടെ കൊണ്ട് നടക്കണമായിരുന്നു. ഇതിന് അങ്ങനെയൊന്നും വേണ്ട. സാധാരണ നമ്മൾ മൊബൈൽ ചാർജർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു പാനസോണിക്കിൻ്റെ ബ്ലേഡിൽ ഇതേ രീതിയിൽ നമ്മൾ ഓൺ ചെയ്ത് ട്രിം ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന് രോമങ്ങൾ അതിനകത്ത് കുടുങ്ങിയിട്ട് ഒരു വലിക്കുന്ന രീതിയിൽ അപ്പോൾ വലിക്കുന്ന സമയത്ത് നമുക്ക് വേദന അനുഭവപ്പെടും. ഇതിൽ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇത് ഏകദേശം 3 മാസമായി കണ്ടിന്യൂ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിന്യൂ വെച്ചാൽ ഡെയിലി ഒന്നും ഉപയോഗിക്കില്ല, ഒരു വീക്ക്ലി 1 ടൈം എങ്കിലും ഉപയോഗിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം. ഹീറ്റിംഗ് പറയത്തക്ക രീതിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഫീൽ ആവുന്നു എന്ന് മാത്രം. വളരെ വെർത്തായിട്ടുള്ളൊരു സംഗതിയാണ് ഇത്. നമുക്ക് 2000 രൂപയോളം ഇതിന് MRP ഉണ്ട് എങ്കിലും
നമുക്കിത് 800 രൂപയ്ക്ക് 899 രൂപ അതല്ലെങ്കിൽ 799 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും. എനിക്ക് വെറും 350 രൂപയ്ക്കാണ് ലഭിച്ചത്. അത് ലഭിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുൻപ് നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയുണ്ടായി. അതിലൂടെ എനിക്കൊരു 500 രൂപയുടെ കൂപ്പൺ ലഭിച്ചു. അതോടൊപ്പം ആ ഒരു കാർഡിന് തന്നെ 5% ഡിസ്കൗണ്ടും ഉണ്ടായി. അത് രണ്ടും കഴിച്ച് എനിക്ക് 350 രൂപയ്ക്കാണ് ഇത് ലഭിച്ചത്. നിങ്ങൾക്കും ആ കാർഡിന് അപ്ലൈ ചെയ്യാം. മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് നോക്കാം. പോയാൽ കുറച്ച് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ആരും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തന്നോളണമെന്നില്ല, ചോദിക്കുന്നതിന് നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് തുണയാവുന്നത് ഇങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോൺ വഴിയാണെങ്കിൽ അങ്ങനെ വാങ്ങാം, ഫ്ലിപ്കാർട്ട് വഴി വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓഫറുകളും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് വർത്ത് അതിനനുസരിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാം. അതല്ലെങ്കിൽ MI സ്റ്റോറുകളിലും ഇത് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഡിസ്കൗണ്ടുകളിലൂടെ ഇത് വാങ്ങാൻ സാധിക്കും. 899 രൂപയ്ക്ക് മുകളിൽ കൊടുത്ത് ഇത് വാങ്ങരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫറുകൾ നമുക്കുള്ളത്. അതിന് താഴേക്ക് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന ചീപ്പ് തന്നെ നമുക്ക് പറയാം. അങ്ങനെയൊരു സംഗതിയാണ്. എന്നാലും കൊടുക്കുന്ന ക്യാഷിന് ഒരു മുതൽ തന്നെയാണിത്. എല്ലാവർക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ, അധികം വലിപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, വെയിറ്റ് ഒന്നും അധികം ഇല്ലാത്തൊരു സാധനമാണിത്. വളരെ യൂസ്ഫുൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രിമ്മർ തിരയുന്നവരിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.